ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈൻ രണ്ട് രീതിയിലുണ്ട്. ഹൊറിസോണ്ടൽ ട്രെൻഡ് ലൈനുണ്ട്, അത് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്ന ട്രെൻഡ് ലൈനും ഉണ്ട്. ഹൊറിസോണ്ടൽ ട്രെൻഡ് ലൈനാണ് നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും. സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്ന ട്രെൻഡ് ലൈൻ അതും ഹൈയും ലോയും പരിഗണിച്ച് തന്നെയാണ് വരയ്ക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിറയെ ഫോൾസ് ആയിട്ട് സിഗ്നൽസ് വരും. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം വേറൊന്നുമില്ല, ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ ഒരു സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്ന ട്രെൻഡ് ലൈനിലാണ് നമുക്ക് പാറ്റേൺസ് കണ്ടെത്താൻ കഴിയുന്നത്. പാറ്റേൺസ് എന്ന് പറയുമ്പം ട്രയാങ്കിൾ, വെഡ്ജസ്, അങ്ങനെ നിറയെ ടെക്നിക്കലായിട്ടുള്ള ചില പാറ്റേൺസ് നമുക്കിതിനകത്ത് കണ്ടെത്താൻ കഴിയും. ഈ പാറ്റേൺസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ വരുന്ന ബ്രേക്ക് ഔട്ടാണ് കുറച്ചുകൂടി ആക്യുറേറ്റ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കേസ് നമുക്ക് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻഡിക്കേറ്റർ എല്ലാവർക്കും വളരെയധികം സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. രണ്ടാമത്തെ കേസ് ഇതിനകത്ത് ചില ലോജിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഫോൾസ് ആയിട്ട് സിഗ്നൽസ് മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ ദിവസം ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്കപ്പം ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പം ഏത് സ്ക്രിപ്റ്റ് എടുത്തിരിക്കുന്നതെന്നൊന്നും ശ്രദ്ധിക്കേണ്ട. ഒരു 1 hour ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം മാർക്കറ്റ് ഏകദേശം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പരിഗണിക്കാം. മാർക്കറ്റ് ഏകദേശം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ ഇറങ്ങി, അതിനുശേഷം വീണ്ടും കയറി, അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാകും, എങ്ങനെയാണ് ഈ കയറ്റം ഇറക്കം അതെങ്ങനെയാണ് ഈ ഒരു ഫിക്സ് ചെയ്യുന്നതെന്നുള്ള കാര്യം. സിമ്പിളാണ്. ഒരു മാർക്കറ്റിൻ്റെ ഒരു താഴ്ന്ന ലെവൽ, അതായത് ഒരു ലോ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ഹൈ എന്താണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് ഇവിടെ ഒരു ലോ കിട്ടി, ഈ ഒരു ലെവല് ഞാൻ മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഈ ഒരു ഹൈ പോയി മാർക്കറ്റ് ഏകദേശം തിരിഞ്ഞ് പകുതിയോടെ വരണം. ഇതിന് ചില റിട്രേസ്മെൻറ്റ് റേഷ്യോ ഒക്കെ ഉണ്ട്. അത് നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട. ഇപ്പോൾ തൽക്കാലം അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീഡിയോ ഭയങ്കരമായിട്ട് നീണ്ടുപോകും. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഏകദേശം ഈ ഒരു ലെവൽ വരെ വന്ന ശേഷമാണ് നമുക്ക് ഈ ഒരു ലോ ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ലോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്കിവിടെ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തില്ല, പകരം ബ്രേക്ക് ഔട്ടാണ് നടത്തിയത്. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത് മുറിച്ച് കിടക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് വീണ്ടും വലിയൊരു താഴ്ചയിലോട്ട് പോയി. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും കയറി ഏകദേശം ഇവിടം വരെ വന്നു. മാർക്കറ്റ് വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് കയറി. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈ ലോയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഏകദേശം ഒരേ ഹൈ ആണ്. നമ്മളിതിൽ പാറ്റേണിൽ ഡബിൾ ടോപ്പ് എന്ന് പറയും. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവലിൻ്റെ അടുത്ത് വരെ വന്ന് പിന്നീട് താഴത്തോട്ട് പോയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു ലോയുടെ താഴത്തോട്ട് ഇറങ്ങിയെങ്കിലും പുതിയൊരു ക്യാൻഡിൽ ഓപ്പൺ ആയില്ല. അപ്പം ഇതൊരു ഡബിൾ ബോട്ടമായിട്ട് പരിഗണിക്കാം. ഇപ്പോൾ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഈ ലോ വന്നപ്പോൾ നമുക്ക് ഈ ഒരു ഹൈ ഫിക്സ് ആയി. അതിനുശേഷം വീണ്ടും ബ്രേക്ക് ഔട്ട് നടത്തി മുകളിലോട്ട് കയറിപ്പോയി മാർക്കറ്റ്. അപ്പം ഇതിൽ നിന്ന് സാധാരണ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഈ ഹൈ ലോയും ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ, അതായത് മുറിച്ച് കിടക്കുമ്പോഴാണ് ഓരോ ട്രെൻഡ് ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്നത് മുകളിലോട്ടോ താഴത്തോട്ടോ ഒക്കെ. ഇതിനെ തന്നെ നമുക്ക് രണ്ട് ഹൈ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് സൈഡിലോട്ടൊരു ട്രെൻഡ് ലൈൻ കിട്ടുന്നത്. കണ്ടില്ലേ? ഈ ട്രെൻഡ് ലൈൻ നമുക്ക് രണ്ട് ഗുണമുണ്ട് ഇതിനകത്ത്. ഒന്ന്, നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് മുമ്പേ തന്നെ നമുക്ക് ട്രെൻഡ് മാറി എന്നുള്ളൊരു സിഗ്നൽ കിട്ടി ഇവിടെ. അല്ല, ഇനി നമ്മൾ ഇതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ പോലും, അതായത് നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. ഏകദേശം ഇവിടെ വെച്ചാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ പോലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇത്രയും ഇറക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രെൻഡ് ലൈൻ മുറിച്ച് കടന്നാൽ നമുക്കതൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കാം. അപ്പം രണ്ട് ഉപയോഗമാണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ കൊണ്ടുള്ള ഒരു രണ്ടാമത്തെ, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഞാൻ ആദ്യം ഇതിൻ്റെ ഹൈയും ലോയും ഒന്ന് മാർക്ക് ചെയ്യാൻ പോണ്. ഇത് മാർക്കറ്റ് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഹൈയിൽ നിന്ന് ലോയിലോട്ട് വന്നു, വീണ്ടും ഹൈയിലേക്ക് പോയി, അതിനുശേഷം ലോയിലേക്ക് വന്നു, ശേഷം വീണ്ടും ഹൈയിലേക്ക് പോയി, പിന്നീട് ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 2 ലോ 2 ഹൈ. നമ്മൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് താഴത്തോട്ടാണെങ്കിൽ ആദ്യത്തെ ഹൈയിൽ നിന്നും രണ്ടാമത്തെ, അതായത് ലോവർ ഹൈയിലേക്ക്, ലോവർ ഹൈ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ ഹൈയിലേക്ക് നമ്മൾ വരയ്ക്കുകയാണ് മാർക്കറ്റ് ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ കിട്ടും. ട്രെൻഡ് ലൈൻ വരച്ചു, നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഫെയിലാണ്. പിന്നീട് വീണ്ടും മാർക്കറ്റ് താഴത്തോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാലും ഫെയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 2 ട്രെൻഡ് ലൈനെയും കുറിച്ച് നമ്മൾ ഓപ്പോസിറ്റ് നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നൊരു പാറ്റേൺ കിട്ടും. ട്രയാങ്കിൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. കാരണം ഈ ഒരു ട്രെൻഡ് എന്തായാലും ബ്രേക്ക് ചെയ്തില്ല, അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഈ ലോയിലോട്ടാണ് പോകുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് മാർക്കറ്റ് ചുരുങ്ങുകയാണ്, കണ്ടില്ലേ? ഇവിടെ വെച്ച് റിജക്ഷൻ വന്നു, പക്ഷേ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ടാണ് പോകുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ, നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം രണ്ടാമത്തെ ഉപയോഗം നമുക്ക് ട്രെൻഡ് ലൈൻ കൊണ്ട് പാറ്റേൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടാണ് ഈ കാണുന്നത്. ഈ സിഗ്നൽസ്, ഈ ആരോസ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പം, ഹൈ ടു ഹൈ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പം ഗ്രീൻ ആരോസ് വരുന്നു. അതുകൂടാതെ തന്നെ എക്സ്ട്രാ ലോജിക് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ബ്ലൂ ക്യാൻഡിൽ സ്റ്റിക്സ് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കാണാൻ കഴിയും, പിന്നെ റെഡ് ബാക്ക്ഗ്രൗണ്ട് കാണാൻ കഴിയും, പിന്നെ ഒരു പിങ്ക് ക്യാൻഡിൽ സ്റ്റിക്സ് കാണാൻ കഴിയും. വേറൊന്നുമല്ല, നമ്മളുടെ ബൈ എടുക്കുന്നത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഈ ഒരു ഗ്രീൻ സിഗ്നലാണ് നമ്മൾ ബൈ ആയിട്ട് പരിഗണിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ സപ്പോർട്ടാണ്, ഈ ഗ്രീൻ ലൈൻ. ഈ റെസിസ്റ്റൻസ്, ഈ ലൈൻ, ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ ബ്ലൂ ക്യാൻഡിൽ സ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പം ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് സെല്ലിൻ്റെ സെക്ടറിലോട്ട് പോയി കഴിഞ്ഞാലും. സെൽ സിഗ്നൽ, സെൽ അതായത് ബാക്ക്ഗ്രൗണ്ട് റെഡ്, സെൽ സിഗ്നൽ, ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഇത് സ്റ്റോപ്പ് ലോസും, ഇത് നമ്മളെടുക്കുന്ന ഏരിയ, സെല്ലെടുക്കുന്നത്, ഇതിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പിങ്ക് കളറിലുള്ള ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് വരുന്നത്. ഇപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്സ് ബ്ലൂ വരുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബ്ലൂ ക്യാൻഡിൽ സ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുമ്പം ഇതിൻ്റെ അർത്ഥം വേറൊന്നുമില്ല, കുറച്ചൊരു സ്ട്രോങ് ആണ് ട്രെൻഡ് എന്നുള്ളതാണ്. കാരണം നമുക്ക് 2 കൺഫർമേഷൻ കിട്ടി. ഒന്ന് വന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്രീൻ ആരോ കിട്ടി, അതിനുശേഷം വന്നത് ഈ ഒരു ബ്രേക്ക് ഔട്ടും കിട്ടി. അതായത് സ്ലോപ്പായിട്ടുള്ള ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് ഇവിടുന്ന് കിട്ടി, അതിനുശേഷം ഈ ഹൊറിസോണ്ടലായിട്ടുള്ള ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് ഇവിടെയും കിട്ടി. സോ ട്രെൻഡ് സ്ട്രോങ് ആണ്, കണ്ടില്ലേ? ഇതാണ് ഇത് അർത്ഥമാക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഓപ്പോസിറ്റ് സിഗ്നലിലും പരിഗണിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ട്രേഡ് ക്ലോസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സിഗ്നലിൽ വന്നാലും ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ട്രെൻഡ് ലൈനിൻ്റെ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു പാറ്റേൺസൊക്കെ മാക്സിമം ലേൺ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, പ്രൊഫഷണൽസൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു പാറ്റേൺസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം 1 hour യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മാക്സിമം നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്. കാരണം നോയ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, ഒരു ട്രെൻഡിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു മാക്രോ ലെവലിൽ നമ്മൾ കാണണം. അപ്പം എന്തുകൊണ്ടും അതൊരു 1 hour ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഞാനത് പ്രൈവറ്റ് ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ID ഷെയർ ചെയ്യുക. അപ്പം ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം. അത് ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ. കാരണം ഇതൊരു പ്രീമിയം ഇൻഡിക്കേറ്ററാണ്, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഇതിന് പേയ്മെൻ്റ് ഒന്നുമില്ല.
ഓക്കെ, കാരണം പല ഇൻഡിക്കേറ്റേഴ്സും പല എഫേർട്ട് എടുത്താണ് പല ദിവസങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ലോജിക്ക് ആഡ് ചെയ്യുന്നതും ഒക്കെ വളരെ ചിന്തിച്ചാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങളിത് ഉപയോഗിച്ച് വെക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും അത് അറിയിക്കുക. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അന്നേരം വരെ ബായ്.